മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിൻ്റെ 4 ഡിമെൻഷൻസിനെ കുറിച്ചാണ്, 4 തലങ്ങളെക്കുറിച്ചാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ നമുക്ക് 4 തലങ്ങളുണ്ട്. ആദ്യമായിട്ട് വിശ്വാസ പ്രഖ്യാപനം എന്നുള്ളൊരു തലം. വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മതഗ്രന്ഥമായ ബൈബിള് വിശ്വാസത്തെക്കുറിച്ച് നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു, നമ്മൾ എന്ത് വിശ്വാസത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ബൈബിള് മാത്രമല്ല, നമ്മുടെ പാരമ്പര്യം, ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന എന്ത് വിശ്വാസമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. നമ്മുടെ സഭാപിതാക്കന്മാരും ആത്മീയ ഗുരുക്കളൊക്കെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള വിശ്വാസം എന്താണ്? സമയാസമയങ്ങളിൽ നമ്മുടെ പോപ്പോ, ബിഷപ്പോ, നമ്മുടെ വൈദികരോ അൽമായരൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ അറിയിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ്? ഈ വിശ്വാസം എന്നുള്ളത് കത്തോലിക്ക സഭ, ആഗോള കത്തോലിക്ക സഭയിൽ ഒന്നായിരിക്കും. അതിപ്പോൾ അമേരിക്കയിലായിക്കോട്ടെ, ജർമ്മനിയിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളുടെ വിശ്വാസ പ്രഖ്യാപനം ഒന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏകത ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ മരണത്തിൽ വിശ്വസിക്കുന്നു, മരണാന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു, സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും ഒന്നായിരിക്കും. നമ്മൾ ആ വിശ്വാസം നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് വിശ്വാസം ആഘോഷിക്കല്, സെലിബ്രേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. ആൻഡ് വാട്ട് ഈസ് ദിസ് സെലിബ്രേഷൻ ഓഫ് അവർ ഫെയ്ത്ത്? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങളെ നമ്മൾ ആഘോഷമായിട്ട് മാറ്റുന്നു. ഈ ആഘോഷം ഓരോ കൾച്ചറിലും ഡിഫറെൻ്റ് ആയിരിക്കും. കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വിശ്വാസത്തിലേക്ക് കയറി വരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൗദാശികമായിട്ടുള്ള ജീവിതം, എല്ലാ കൂദാശകളും നമുക്കൊരു സെലിബ്രേഷനാണ്. ഒരു മാമോദീസ ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ സ്ഥൈലലേപനം, അല്ലെങ്കിൽ ആദ്യ കുർബാന, ഒരു വിവാഹം, അല്ലെങ്കിൽ ഒരു വൈദിക പട്ടം സ്വീകരിക്കും. ഇതൊക്കെ കുദാശകളുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. വി സെലിബ്രേറ്റ് ദാറ്റ്. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ കൾച്ചർ ടു കൾച്ചർ അത് വ്യത്യസ്തമായിരിക്കും. അമേരിക്കയിൽ എങ്ങനെയാണ് ആദ്യ കുർബാന സ്വീകരിക്കുന്നത്, ആ ഒരു സെലിബ്രേഷൻ ആയിരിക്കില്ല നമുക്ക് കേരളത്തിലുണ്ടാകുന്നത്. അല്ലെങ്കിൽ മാമോദിസകളിൽ വ്യതിയാനം ഉണ്ടാവാം. ഇതൊക്കെ നമ്മുടെ ഒരു സെലിബ്രേഷന്റെ, വിശ്വാസ സെലിബ്രേഷന്റെ ഭാഗമാണ്. മൂന്നാമതായിട്ട് വിശ്വാസത്തെ നമ്മൾ ആഴപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ് വിശ്വാസത്തെ ആഴപ്പെടുത്തുക? ഫോർ എക്സാമ്പിൾ, കുടുംബ പ്രാർത്ഥന, ജപമാലകൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും വൈകിട്ടാകുമ്പോൾ, പണ്ട് നിങ്ങൾക്കറിയാം, അന്ന് ഇലക്ട്രിസിറ്റിയോ അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് പള്ളി മണികളെയാണ് ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരുന്നത്. 6 മണിക്ക് ഒരു മണിയടിക്കും, അത് വീടുകളിൽ ലൈറ്റ് കത്തിക്കാനായിരിക്കും. 7 മണിക്ക് വേറെ മണിയടിക്കും. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ജപമാല ചെല്ലുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് വളരെ ഫേമസ് ആയിക്കൊണ്ടിരുന്ന ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ്, 3 മണിക്ക് ഏർലി മോർണിംഗിൽ നമ്മൾ എണീറ്റ് തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആഫ്റ്റർനൂണിൽ 3 മണിക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ചിലരൊക്കെ വണക്കമാസ നൊവേനകൾ, പല നമുക്ക് പ്രാർത്ഥനാ രീതികൾ നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. നാലാമതായിട്ട് വിശ്വാസം അനുദിന ജീവിതത്തിൽ, ഫെയ്ത്ത് ലിവ്ഡ്, നമ്മൾ വിശ്വസിക്കുന്നതും ആഘോഷിക്കുന്നതും അല്ലെങ്കിൽ ആഴപ്പെടുത്തുന്നതുമായിട്ടുള്ള ഈ വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്?
നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിലും ആ 5 പേരുടെ വിശ്വാസം വ്യത്യസ്തമായിരിക്കും, വിശ്വാസ ജീവിതം വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ കാതലായിട്ട് പറയേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. ബൈബിളിൽ നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ എബ്രഹാം, ജനസിസ് 22:1-18 നമ്മൾ അബ്രാഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അബ്രാഹത്തെ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്? ബിക്കോസ് ദൈവം അബ്രാഹത്തിനോട് അരുളി ചെയ്യുകയാണ്, നിന്റെ ഏകപുത്രനായ ഇസഹാക്കിനെ കൊണ്ട് നീ മോറിയ പർവ്വതത്തിലേക്ക് പോവുക. അവിടെ ഞാൻ പറയുന്നതനുസരിച്ച് നിന്റെ ഏകമകനെ ബലിയർപ്പിക്കുക. ഒരു പിതാവിന്, അതും ഒത്തിരിയേറെ വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു മകനെ ബലിയർപ്പിക്കാൻ ദൈവം പറയുമ്പോൾ എത്രയേറെ വിഷമങ്ങൾ ഉണ്ടായിക്കാണും. ഐ എം ഷുവർ അബ്രഹാം മൈറ്റ് ഹാവ് ഗോൺ ത്രൂ സ്ട്രഗിൾസ് ഇൻ ഹിസ് ലൈഫ്. സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ പറയുന്നത് ദൈവമാണോ അത് പിശാചാണോ? He might have thought several times. But at the end, he comes out with that conviction. അതായത് ഇത് അരുളി ചെയ്ത ദൈവം തന്നെയാണ്. ആ ദൈവത്തിന് ഒരു പ്ലാനും ഒരു പദ്ധതിയുമുണ്ട് എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും. അതുകൊണ്ടാണ് തൻ്റെ ഏകമകനെ കൂട്ടിക്കൊണ്ട് മോറിയ പർവ്വതത്തിൽ ബലിയർപ്പിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കൺവിക്ഷൻ, ഫെയ്ത്ത് lived in daily life. ഞാൻ മധ്യപ്രദേശിലെ സാഗർ എന്ന് പറയുന്ന ഒരു രൂപതയിൽ ജോലി ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു വൈദികനാണ്. ഏകദേശം 10 വർഷത്തോളം മധ്യപ്രദേശിൽ തന്നെ വൈദിക പഠനമൊക്കെ പൂർത്തിയാക്കി അവിടെ തന്നെ പുരോഹിതാഭിഷേകമൊക്കെ കിട്ടി. ഏകദേശം 19 വർഷം ഞാൻ മധ്യപ്രദേശിലെ പല വില്ലേജുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് കാലത്ത് 1980കളിലും 90കളിലൊന്നും മധ്യപ്രദേശ് വളരെ താഴ്ന്ന, വളരെ തഴയപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു. റോഡുകളോ അങ്ങനെ ഒരു ആസ്പത്രികളോ കൺവെയൻസ് ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. ആകെ അവർക്ക് ആസ്പത്രി എന്ന് പറയാവുന്നത് നമ്മുടെ സിസ്റ്റേഴ്സ് റൺ ചെയ്യുന്ന ഡിസ്പെൻസറീസ് മാത്രമേ ഉള്ളൂ. എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞൊരു കഥ, ഞാൻ ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞൊരു കഥ എന്നെ വളരെയേറെ, എപ്പോഴും എനിക്ക് വളരെയേറെ പ്രചോദനം തരുന്ന ഒരു കഥയാണിത്. വില്ലേജില് പെട്ടെന്ന് പനി എല്ലാവർക്കും ബാധിക്കാൻ തുടങ്ങി. ഇത് എന്ത് പനിയാണെന്ന് അവർക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. ഒത്തിരിയേറെ ആളുകൾ മരിക്കുന്നു. അപ്പോൾ ആ വില്ലേജില് ഒരു അമ്മയ്ക്ക് 5 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആകെയുള്ള ഒരു ആശ്രയമായിരുന്നു ആ കുട്ടി. ആ കുട്ടിക്കും പനി പെട്ടു. 3 ദിവസത്തോളമായി പനിയായിട്ട്. അതിനെ രക്ഷിക്കാൻ വേറൊരു മാർഗവുമില്ല. അപ്പൊ വില്ലേജ് മുഖ്യനായിട്ടുള്ള വ്യക്തി പറഞ്ഞു, ഇങ്ങനെ ഒരു 10 മൈൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ ഒരു മഠമുണ്ട്, അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്, അവിടെ നഴ്സുമാരുണ്ട്. ആ നഴ്സുമാര് ഈ കുട്ടിയെ രക്ഷിക്കും, അവർക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. സോ ഈ അമ്മച്ചി സ്വന്തം മോളെ ചുമലിലേറ്റിക്കൊണ്ട് 10 മൈലോടത്തോളം നടന്ന് ആ ഡിസ്പെൻസറിൽ എത്തിയെന്നാണ് സിസ്റ്റേഴ്സ് പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒത്തിരിയേറെ ജനങ്ങള് ഈ ഡിസ്പെൻസറിയുടെ മുമ്പിൽ കാത്തു നിൽക്കാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ അമ്മയും കുഞ്ഞും അവിടെ കാത്തു നിന്നു. സിസ്റ്റർമാര് ഡിസ്പെൻസറിയിലകത്ത് വളരെ തിരക്കായിരുന്നു. കുറച്ചു നേരം 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒന്ന് തൊട്ടു നോക്കി കൊച്ചിനെ. അസുഖം എന്താന്ന് ചോദിച്ചു. പനിയാന്ന് പറഞ്ഞു. 3 ദിവസമായിട്ട് പനിയാണ്. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാം. പോയിട്ട് സിസ്റ്റർ പനി എത്രയുണ്ടെന്ന് അളക്കാനായിട്ട് ഒരു തെർമോമീറ്റർ കൊണ്ടുവന്നു. കൊച്ചിനോട് വായ തുറക്കാൻ പറഞ്ഞു. കൊച്ചു വായ തുറന്നു, വായയിൽ വെച്ചു, അടച്ചു. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സിസ്റ്റർ വീണ്ടും തിരക്കായി അകത്തോട്ട് പോയി. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും സിസ്റ്റർ വരുന്നില്ല. അപ്പൊ അടുത്തുള്ളവരോട് ചോദിച്ചു, സിസ്റ്റർ ഇങ്ങനെ ഒരു മരുന്ന് തന്നിട്ടുണ്ട്, ഇനി എന്താ ചെയ്യണ്ടേ? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഇനിയും രോഗമൊക്കെ ഭേദമായിട്ട് വന്നാ മതി. ഈ അമ്മയും കുട്ടിയും വീട്ടിലേക്ക് പോയി. 3 ദിവസത്തിനുള്ളിൽ ഈ കുട്ടി പൂർണ്ണമായിട്ടും രോഗമുക്തിയായിട്ടെന്നാണ് പറയുന്നത്. വളരെ സന്തോഷമായി എല്ലാവർക്കും, വില്ലേജിൽ എല്ലാവർക്കും. അവർ കുറെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടിട്ട് സിസ്റ്റേഴ്സിനെ കാണാൻ വന്നു. സിസ്റ്റേഴ്സിനെ കണ്ട് നന്ദി പറയണതിനിടയ്ക്ക് ഈ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ തന്ന മരുന്നാണ് ഈ കുട്ടിയെ രക്ഷിച്ചത്. അപ്പൊ സിസ്റ്റർ, ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തന്നു, എനിക്ക് ഓർമ്മയില്ലല്ലോ.
അപ്പൊ ഈ അമ്മച്ചി പറയായിരുന്നു, സിസ്റ്ററെ വന്ന് നോക്ക്, ആ മരുന്ന് നിങ്ങൾ തിരിച്ചെടുത്തോ. വന്ന് നോക്കിയപ്പോ ഈ വായില്, കൊച്ചിന്റെ വായിൽ അപ്പോഴും തെർമോമീറ്റർ വായിലിരിപ്പുണ്ടായിരുന്നു. ആ തെർമോമീറ്ററിനെ ഇവര് ഒരു മരുന്നായി കണ്ടു. ഇതെന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ആ കുട്ടിയുടെയും അമ്മയുടെയും വില്ലേജേഴ്സിന്റെയും ഒരു വിശ്വാസം, അത് ഈ കുട്ടിയെ സിസ്റ്റർമാരുടെ മരുന്ന് കൊണ്ട് മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ. അത് തെർമോമീറ്റർ ആണോ മരുന്നാണോ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവർ വിചാരിച്ചത് മരുന്നാണെന്ന്. 3 ദിവസം അതിൽ വായിൽ വെച്ചുകൊണ്ട് ആ കുട്ടി ഇരുന്നു. രോഗം പൂർണ്ണമായി തിരിച്ചു വന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ എന്താണ് ആ കുട്ടിയെ രക്ഷിച്ചത്? തെർമോമീറ്റർ ആണോ അതോ വിശ്വാസമാണോ? എപ്പോഴും എന്നെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, ദൈവം ആരാണ് എനിക്ക്, അതാണ് ഏറ്റവും കാതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രതിസന്ധികളിലാണ് നമ്മുടെ വിശ്വാസത്തിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന്റെ റൂട്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും യങ്സ്റ്റേഴ്സിന് ആ വിശ്വാസത്തിന്റെ ഗാഠമായിട്ടുള്ള മർമ്മം അറിയുന്നില്ല. ഇറ്റ്സ് ഓൺലി പെരിഫറൽ, ഇറ്റ്സ് ഓൺലി ജസ്റ്റ് എ ഷോ. പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, കാതലായി ഒന്നുമില്ല. അതുകൊണ്ടാണ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടുത്തണം. ഓരോ ചെറിയ കാര്യങ്ങളും വിശ്വാസമായിട്ട് ഘടിപ്പിച്ച് വായിക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ചെല്ലുന്ന ഓരോ കൊന്തകളോ പങ്കെടുക്കുന്ന ഓരോ കുർബാനകളോ അല്ലെങ്കിൽ നമ്മൾ മൂല്യാധിഷ്ഠമായിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായിട്ട് വാല്യൂസ് ഉണ്ട്. നമ്മളുടെ ദൃഷ്ടി വളരെ ചെറുതാണ്, പക്ഷെ ദൈവം എല്ലാം കാണുന്നു. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ല. അബ്രാഹത്തിനോട് പറഞ്ഞു, നീ നിന്റെ പുത്രനെ കൊണ്ട് മോറിയ പർവ്വതത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹത്തിന് ഇറ്റ് വാസ് നോട്ട് സോ ക്ലിയർ. നമുക്കും അത് തന്നെയാണ്. നമ്മുടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് നല്ലതായിട്ട് പരിണമിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. സ്നേഹമുള്ളവരെ, വിശ്വാസം പ്രതിദിനം ജീവിക്കേണ്ട ഒന്നാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടത് നമുക്ക് ഇന്നത്തെ തലമുറയുടെ ഒരു ചലഞ്ചാണ്. വി ആർ ഓൾ കോൾഡ് ടു ലിവ് അവർ ഫെയ്ത്ത്. മൂലാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടതാണ്. അത് ഇന്നത്തെ ആവശ്യമാണ്. വിശ്വാസം നമ്മളെ പ്രതീക്ഷയിലേക്ക് നയിക്കണം. നമ്മുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസമായിരിക്കണം നമ്മുടെ നാളത്തേക്കുള്ള ഒരു പ്രതീക്ഷ. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എന്നുള്ളൊരു വിശ്വാസം. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് 35 മുതൽ 41 വരെയുള്ള ഒരു ഭാഗത്തിൽ നമ്മൾ ഇത് വളരെ കൃത്യമായിട്ട് കാണുന്നതാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യരെ വിളിച്ചുകൊണ്ട് സമുദ്രത്തിന്റെ അങ്ങേക്കരയിലേക്ക് പോകാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. അവരെല്ലാവരും ഒരു വഞ്ചിയിൽ തുഴഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വലിയൊരു കൊടുങ്കാറ്റും തിരമാലകളും അവർ സഞ്ചരിച്ചിരുന്ന ആ ഒരു തോണിയെ അല്ലെങ്കിൽ ഒരു വഞ്ചിയെ അടിക്കുന്നു. അവർ വഞ്ചി ഉലയുന്നു. നമുക്കറിയാം, ശിഷ്യന്മാരിൽ പലരും മുക്കുവരായിരുന്നു. സമുദ്രത്തിന്റെ എല്ലാ അറിവും ഉള്ള മുക്കുവര്. രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഏത് കാലാവസ്ഥയിലും സമുദ്രത്തെ ആഴത്തിൽ അറിയുന്ന മുക്കുവര് ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടും ആ വഞ്ചിയെ രക്ഷിക്കാനാകുന്നില്ല. അവർ പരാജയപ്പെടുമ്പോൾ അവർ കാണുന്ന ഒരു വസ്തുതയാണ്, യേശുനാഥൻ ആ വഞ്ചിയുടെ അരികില് വളരെ ശാന്തനായിട്ട് കിടന്നുറങ്ങുകയാണ്. ഈ കടലിൽ ഉണ്ടാകുന്ന കോലാഹലങ്ങളോ തിരമാലകളോ കാറ്റോ ഇവരുടെ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും യേശുവിനെ അലട്ടുന്നില്ല. അവർക്ക് സർപ്രൈസായി, ഹൗ ക്യാൻ ഹി സ്ലീപ്? അവർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. ലോർഡ്, വി ആർ പെരിഷിംഗ്, ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്, സേവ് us. യേശു എണീറ്റിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണ്? കാറ്റിനെയും തിരമാലകളെയും ശാസിക്കുകയാണ്. യേശുവിന്റെ ശാസനം കേട്ടുകൊണ്ട്
തിരമാലകൾ ശാന്തമാകുന്നു, കാറ്റ് ശാന്തമാകുന്നു, അൾട്ടിമേറ്റ്ലി കടല് തന്നെ ശാന്തമാകുന്നു. ശിഷ്യരില് ഒരു പ്രകാരത്തിലുള്ള ഭയം ഉൾക്കൊള്ളുകയാണ്. ഇവൻ ആരാണ്? ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഈ വ്യക്തി ആരാണ്? യേശു പറയുന്ന വ്യക്തി ആരാണ്? കാറ്റും കടലും കോളും ഇവനെ അനുസരിക്കുന്നു. അതാണ് ഈ പ്രപഞ്ചം യേശുവിനെ അനുസരിക്കുന്നു. നമ്മൾ സ്വന്തം മക്കളായ, ദൈവത്തിന്റെ മക്കളായ പലപ്പോഴും നമ്മൾ യേശുവിനെ മനസ്സിലാക്കുവാനോ യേശുവിൽ ആഴമായി വിശ്വസിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതമാകുന്ന വഞ്ചികൾ പലപ്പോഴും ഉഴയാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. തിരമാലകൾ വളരെ ശക്തിയായി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ യേശുവാകുന്ന ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകാറുണ്ടോ? യേശുവിനെ ഉണർത്താറുണ്ടോ? പലപ്പോഴും യേശു അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമൊക്കെ വളരെ പെരിഫറലായിരിക്കും. ഇറ്റ്സ് നോട്ട് സോ ഡീപ്പ്. ആ യേശുവിനെ നമ്മൾ തട്ടി ഉണർത്തുന്നുണ്ടോ? ദൈവമേ, ഞങ്ങൾ മരിക്കുവാൻ പോവുകയാണ്, ഞങ്ങൾ മുങ്ങിത്താഴുവാൻ പോവുകയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. ഹീസ് ഓൾവേസ് വില്ലിങ്. അതാണ് നമ്മളെ വിശ്വാസം നമ്മളെ നയിക്കേണ്ടത്. വേറൊരു കാര്യം, വിശ്വാസം നമുക്ക് ഒത്തിരിയേറെ ആത്മസംതൃപ്തി തരണം. എല്ലാവിധ ഭയങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകണം. We should be building our confidence that if Jesus is with me, who can be against me? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ പറയുന്നതാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിരുദ്ധമായിട്ട് ആരുണ്ടാവും? ഈ ലോകത്തിൽ ഒരു ശക്തികളും നമ്മളെ ആക്രമിക്കുവാൻ മുൻപോട്ട് വരത്തില്ല ദൈവമുണ്ടെങ്കിൽ. ഈ ഒരു വിശ്വാസമാണ് നമ്മളെ എന്നും ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കേണ്ടത്. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ ഒരു വാക്യം, ഇഫ് ഗാഡ് ഈസ് വിത്ത് മീ, ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് മീ? ഷെക്കീന അമേരിക്കാസ് അതിനുവേണ്ടി ഒത്തിരിയേറെ പരിശ്രമിക്കുന്നു. നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന, നമ്മുടെ ബൈബിളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കാം, അതെങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് ഷെക്കീന TV ഈ പരമ്പരകളിലൂടെ മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് പരിശ്രമിക്കുന്നു. എല്ലാവിധ വിജയ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. നന്ദി.